ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. കൂടുതൽ പേർക്കും ലാലേട്ടൻ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നായിരിക്കും എല്ലാവരുടെയും വിചാരം. ലാലേട്ടൻ ബുള്ളിങ് ഗ്യാങ്ങിനെ ഒന്നും പറഞ്ഞില്ല, അനുമോളെ എടുത്തിട്ട് കുടഞ്ഞു. അതുപോലെ ആര്യനെ ശരിയായ രീതിയിൽ ആര്യനോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചില്ല, എന്നാലും കാര്യങ്ങൾ സംസാരിച്ചു. അക്ബറിനെ പറയേണ്ട രീതിയിൽ പറഞ്ഞില്ല, റെനയെ പറഞ്ഞില്ല, ജിസേലിനെ ഒന്ന് സൂപ്പിച്ചു വിട്ടു. അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഒരു നോർമൽ പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ചിലർക്കെങ്കിലും ലാലേട്ടന് ഒരു അമർഷവും ബിഗ് ബോസിന് ഒരു അമർഷവും ഒക്കെ തോന്നും, ശരിയല്ലേ? എന്നാൽ ഇതാണ് മൈൻഡ് ഗെയിം, ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിം. അതായത് ഒന്നാമത്തെ സീസൺ മുതൽ ഇത് കാണുന്ന ഒരാളായതുകൊണ്ട് ഏകദേശം ബിഗ് ബോസ് എങ്ങനെ ഏതെല്ലാം രീതിയിൽ കളിക്കുമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ പിന്നോട്ടുള്ള സീസൺ കണ്ടവർ, ഇതിനെ ശരിക്കും വിലയിരുത്തുന്ന ആൾക്കാർ കണ്ടവർ ഒരിക്കലും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഒരു മോശം പറയത്തില്ല. മോശം പറയുന്ന വെച്ചാൽ എപ്പിസോഡ് ഒരു നോർമൽ എപ്പിസോഡ് എന്ന് മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ ഇന്ന് വന്ന സംസാരിച്ച രീതിയെ അവരാരും തള്ളി പറയത്തില്ല. കാരണം മുന്നത്തെ സീസണുകൾ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് സീസൺ മുതൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ, സാബുമോനോടും ഇങ്ങനെയായിരുന്നു. സാബുമോന് വെളിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ സാബുമോനെ നല്ല അവിടെ ആരെയും അത് അറിയിക്കത്തില്ല വെളിയിൽ ആർക്കാണ് സപ്പോർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന രജിത് സാറിന്റെ സീസൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡോക്ടർ റോബിന്റെ സീസൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളുടെ മാരാറിന്റെ സീസൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സീസൺ ഒക്കെ കണ്ടവർ ഒരിക്കലും ഇതിനെ ഒരു അനുമോളെ എടുത്തിട്ട് കുടഞ്ഞു, അല്ലെങ്കിൽ അനുമോളെ അവിടെ നെഗറ്റീവായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയും. ഇതാണ് ബിഗ് ബോസിന്റെ ഗെയിം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർ ഇപ്പോഴെന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ചെയ്തതാണ് ശരി, ഞങ്ങളാണ് വെളിയിൽ രാജാക്കന്മാർ, ഞങ്ങൾ കളിക്കുന്ന ഗെയിമാണ് കറക്റ്റ് ഗെയിം. ഇപ്പോഴും അവിടെ ഉള്ളവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനല്ലേ? ആ ബുള്ളിങ് ഗ്യാങ് ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ഈ ഒരു രീതിയിലേക്കാണ്. ഇവർ നെഗറ്റീവിൽ നിന്ന് പിന്നെയും നെഗറ്റീവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവിടെ അവർക്കില്ല. ലാലേട്ടൻ വന്ന് ഹിന്റ് കൊടുക്കും, ലാലേട്ടൻ ഹിന്റ് കൊടുത്തിട്ടുണ്ട് ഇന്നും, പക്ഷെ അത് അവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല. ലാലേട്ടൻ കൊടുത്ത ഹിന്റ് എന്താണ്? ലാലേട്ടൻ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി എല്ലാവരോടും ചോദിച്ചു, ഒരാളെ കോർണർ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾക്ക് എത്രയോ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്, എത്രയോ ലേഡീസ് അവിടെ ഉണ്ട്, അവരുമായിട്ടെല്ലാം ഗെയിം കളിക്കാമല്ലോ. നിങ്ങൾ തമ്മിൽ ഒരു ഗെയിം കളിക്കുന്നില്ലല്ലോ. എല്ലാവരും ഈ പറയുന്ന അനുമോളുടെ പുറകിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോലും ഈ മന്ദബുദ്ധി പൊട്ടന്മാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഇന്നൊരു പ്രൊമോ വന്നത് നിങ്ങൾ കണ്ടു കാണും. രാത്രി അതിലും വലിയ അടി നടക്കുന്നുണ്ട്. ആര്യം പോയി ഷൂസ് എടുത്തെറിയുന്നു, അത് അക്ബറിനെ മേത്ത് കൊള്ളുന്നു. അപ്പോഴും അക്ബർ അനുമോളെയാണ് വഴക്ക് പറയുന്നത്, ആര്യനെ അല്ല. അത് ഷാനവാസ് അത് ഏറ്റുപിടിക്കുന്നു. അവിടെ ഒരു യുദ്ധക്കളമാകുന്നു. ബിഗ് ബോസിന് കണ്ടന്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പൊട്ടന്മാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി. ജനങ്ങൾക്കിടയിൽ ഇവർ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അതിനൊരു ഹിന്റ് ലാലേട്ടൻ തന്നെ പറഞ്ഞു. ലാലേട്ടൻ തന്നെ അവിടെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദിച്ചു, ഇത് ശരിയാണോ? ഒരാളെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നത്, ഒരാളെ ഇങ്ങനെ നിർത്തി ഒരാളോട് മാത്രം ഗെയിം കളിക്കുന്നത് നിങ്ങൾക്ക് ശരിയാണോന്ന് അവിടെ ഇരുന്ന് ഒരുമാതിരിപ്പെട്ടത് എല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദിച്ചല്ലോ. നമ്മളെ കാണിച്ചിടത്തോളം തുച്ഛമായ ആൾക്കാരുടെ ഉള്ളിൽ ചോദിക്കാതിരുന്നത്, എന്നിട്ട് പോലും ഇവർക്ക് മനസ്സിലായില്ല. അപ്പം ഈ എപ്പിസോഡ് കാണുന്നവർ എന്ത് വിചാരിക്കുന്നത്? ലാലേട്ടൻ അനുമോളെ ഇട്ട് ഇങ്ങനെ ഹരാസ് ചെയ്തു, അനുമോളെയാണ് ഏറ്റവും കൂടുതൽ അനുമോളെയാണ് പറഞ്ഞത്, ജിസേലിനെ ഒന്നും പറഞ്ഞില്ല, ആര്യനെ തുച്ഛമായ രീതിയിൽ ഒന്ന് ഇത് വിമർശിച്ചു വിട്ടു, ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് പോസിറ്റീവാക്കി വിട്ടു. അവരുടെ ഗെയിമാണ് കറക്റ്റ് എന്ന് അവരെ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചു എന്നല്ലേ പറയുന്നത്. അത് ലാലേട്ടൻ അവിടെ പിന്നെയും പറയുന്നുണ്ട്, ഞാനും ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആര്യനെ എഴുന്നേൽപ്പിച്ചിട്ട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാനും ഈ ഗെയിമിന്റെ ഭാഗമാണെന്ന്. അതൊക്കെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും, അകത്തിരിക്കുന്നവർ ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കി കൊടുക്കലല്ല ബിഗ് ബോസിന്റെ ജോലി. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ലാലേട്ടൻ അവിടെ വന്ന് അനുമോളെ ഒന്ന് പൊക്കി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കെല്ലാം മനസ്സിലാകും അവിടെ അനുമോൾക്കാണ് സപ്പോർട്ട് കൂടുന്നത്, ഈ കോർണർ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ലാലേട്ടൻ അവിടെ ബോധിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെയുള്ള മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവാത്തത് ലാലേട്ടന്റെ കുഴപ്പമല്ലല്ലോ. എല്ലാ സീസണിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഡോക്ടർ റോബിൻ വെളിയിൽ നല്ല സപ്പോർട്ട് ഉള്ള ഒരാളായിരുന്നു, എന്തുകൊണ്ട് ലാലേട്ടൻ അത് അകത്ത് പ്രകടിപ്പിച്ചില്ലല്ലോ? അപ്പോഴും അവിടെ എന്താണ് ചെയ്തത്? ബാക്കിയുള്ളവരെ ആയിരുന്നു ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഉള്ളവർക്ക് ചിലർക്കേ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും റോബിൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, റോബിന്റെ അത്രയും ചിന്തിക്കാനുള്ള കഴിവ് എന്തായാലും അനുമോൾക്കില്ല. അപ്പോഴും റോബിൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ജിൽഷയോട് പറയും, ലാലേട്ടൻ ഈ ആഴ്ച വന്നപ്പോഴും എന്നോട് ഇങ്ങനെ പെരുമാറി അല്ലേ. അപ്പം എനിക്ക് ഏകദേശം സപ്പോർട്ട് വെളിയിൽ ഉണ്ടെന്ന് റോബിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുപോലെ മാരാർക്ക്
ലാലേട്ടൻ മാരാരെ തന്നെ പല പ്രാവശ്യം ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മാരാർക്ക് പക്ഷേ ബുദ്ധിയുള്ളതുകൊണ്ടും അവിടെ കഴിവുള്ളത് കൊണ്ടും ലാലേട്ടന് വന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധി ഈ പറയുന്ന ആർക്കുണ്ടായിരുന്നു, മാരാർക്കുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും അനുമോൾക്കില്ല. ഇപ്പൊ അനുമോൾ ഒരു വലിയൊരു ഗെയിമറാണെന്നൊന്നും അല്ല പറയുന്നത്. ഈ കോർണർ ചെയ്യുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതിൽ ബിഗ് ബോസിനും അറിയാം, ലാലേട്ടനും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ ബുള്ളിംഗ് ഗ്യാങ്ങിന് എതിരെയാണ് ബാക്കിയുള്ളവരെല്ലാം വെളിയിൽ കളിക്കുന്നത് എന്നുള്ളത്. ബുള്ളിംഗ് ഗ്യാങ്ങിന് വെളിയിൽ അങ്ങനെ സപ്പോർട്ട് ഇല്ല. ബുള്ളിംഗ് ഗ്യാങ്ങിനെ നെഗറ്റീവിലോട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലാലേട്ടൻ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ബോധിപ്പിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് അവർ മനസ്സിലാക്കാത്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എന്താണ് എന്റെ ഒരു കാൽക്കുലേഷനിൽ അനു വിചാരിക്കുന്നത് എന്താണ്? എന്നെ മാത്രം വഴക്ക് പറഞ്ഞു, എന്നെ ഇട്ട് ഇങ്ങനൊക്കെ പറയുന്നു, ഇവര് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ അനുമോളെ ഇനിയും ഇവര് കയറി ആക്രമിക്കും, ഇവർ ഇനിയും ബുള്ളി ചെയ്യും. ഈ ബുള്ളി ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇവർ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അനു പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്ക് അനു മാറുകയും ചെയ്യും. ഇതാണ് ഈ എപ്പിസോഡിന്റെ സത്യം. ഞാൻ കൂടുതലും കമന്റുകളെ കണ്ടു, ലാലേട്ടൻ എന്താ ഒന്ന് കാണിക്കുന്നത്, ലാലേട്ടൻ ഇങ്ങനെയാണോ, ലാലേട്ടൻ ജിസേലിന്റെ ആളാണ്, ലാലേട്ടൻ ഇന്ന ആളുടെ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും അല്ല. ലാലേട്ടൻ ഒരാളുടെയും ആളല്ല. ഗെയിമിനെ നിങ്ങൾ വിലയിരുത്തി നോക്കൂ. ഈ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളും ഈ ഗെയിമിന്റെ ഒരു ഭാഗമാണ്. എന്നുവെച്ചാൽ അങ്ങനെയുള്ളവർ നമ്മൾ തന്നെ ഇപ്പം പലരും മനസ്സിൽ എനിക്കിതിപ്പോ പുതുമയില്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ സീസണിനെ അത്ര ഇല്ലായിരുന്നെങ്കിലും 2ഉം 3ഉം ഒക്കെ വന്നപ്പോ, ജയ്സാന്റെ സീസൺ, റോബിന്റെ സീസണൊക്കെ വന്നപ്പോ എനിക്കും അതുപോലെ ഈ ലാലേട്ടൻ എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്നൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇമോഷനും കൂടെ വെച്ചിട്ടാണ് ബിഗ് ബോസ് അവിടെ കളിക്കുന്നത്. ബിഗ് ബോസ് വന്ന് സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു സൺഡേയിൽ ഇങ്ങനെ ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞ് നാലാഴ്ച ആയതേ ഉള്ളൂ, വന്നിട്ട് പറയുകയാണ്, ഒരു ഹിന്റ് കൊടുക്കുകയാണ്, ഇവിടെ അനുമോളാണ് സ്റ്റാർ എന്ന് പറഞ്ഞ് ഹിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും പിന്നെ അനുമോളിലേക്ക് അങ്ങ് ചുരുങ്ങും, അനുമോളുടെ കൂടെ കൂടും. അവിടെ ഗെയിം ഇല്ലാതാകും. ഒന്നാമത് അവിടെ ഇപ്പൊ ഗെയിം ഒന്നും ഇല്ല, ഇവർ പരസ്പരം കളിക്കുന്നില്ല. അനുമോളാണ് അവിടുത്തെ കണ്ടന്റ്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. ബിഗ് ബോസിൽ വന്ന് അവരുടെ പ്രോഗ്രാം നശിപ്പിക്കാൻ ഒരിക്കലും ബിഗ് ബോസ് നോക്കത്തില്ല. ബിഗ് ബോസ് അവിടെ കണ്ടന്റുകളാണ് ബിഗ് ബോസിന് ആവശ്യം. ആ കണ്ടന്റ് വൃത്തിയായിട്ട് അനുമോള് കൊടുക്കുന്നുണ്ട്. ഇന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയും പൈസ തരുന്നുണ്ട്, എനിക്ക് ഇത്രയും ക്യാഷ് തരുന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ കണ്ടന്റ് കൊടുക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, എന്നിട്ടും ബിഗ് ബോസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്. അതൊരു ശുദ്ധ മനസ്സിൽ നിന്ന് വന്നതാണ്. ശരിയാണ്, ഇത്രയും കൊടുക്കുന്നു, അപ്പൊ ഞാൻ കുറച്ച് കണ്ടന്റ് കൊടുക്കണമല്ലോ എന്ന്. അതിനെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അനുമോൾ അതുകൊണ്ടാണ് ഈ നാടകം കളിക്കുന്നതെന്ന്. അനുമോൾ നാടകം കളിക്കുകയല്ല. ഇവരെല്ലാം കോർണർ ചെയ്യുമ്പോൾ അനുമോൾ അവിടെ സംസാരിക്കുന്നു. എന്നെല്ലാം കോർണർ ചെയ്യുമ്പോൾ അനുമോൾ അവിടെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട്, കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്, എന്നിട്ടും സംസാരിക്കുന്നുണ്ട്. ഒന്നും അല്ല, കണ്ടന്റിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നവരോട് അനുമോൾ കണ്ടന്റിന് വേണ്ടി ആദ്യമൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ബുള്ളിംഗ് ഗ്യാങ് മൊത്തത്തിൽ അനുമോളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടന്റിനൊക്കെ വെളിയിൽ പോയി, അനുമോളുടെ കയ്യിൽ പോലും നിൽക്കാതെയായി. അതാണ് അനുമോൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അനുമോൾ കണ്ടന്റിന് വേണ്ടി അനുമോൾ തന്നെ ഉണ്ടാക്കുമല്ല. ഇപ്പൊ അനുമോൾ ഇവരോട് ആരോടും ഒന്നിനും പോകുന്നില്ല. പക്ഷെ ഇവരാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ചൊറിയുന്നത്, എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി അനുമോൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഗെയിമിനെ മനസ്സിലാക്കുക. ലാലേട്ടനെ ആരും ഒന്നും പറയണ്ട. ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിം ഇതാണ് ഒറിജിനൽ മൈൻഡ് ഗെയിം. അകത്തുള്ളവർക്കൊന്നും ഈ മൈൻഡ് ഗെയിം മനസ്സിലാവാത്തതുകൊണ്ടും അവരാരും മൈൻഡ് ഗെയിം കളിക്കാത്തത് കൊണ്ടും ഇവന്മാർക്കൊന്നും മനസ്സിലാവത്തില്ല. ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന അനീഷിനും മനസ്സിലായിട്ടില്ല, ഷാനവാസിനും മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന ഒരാൾക്കും ലാലേട്ടൻ ഇന്ന് വന്ന് പറഞ്ഞത് വെച്ചിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ നമുക്ക് ഇനി പോകെയുള്ള എപ്പിസോഡുകളിൽ അറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, വൈൽഡ് കാർഡുകൾ കയറുന്നുണ്ട്. വൈൽഡ് കാർഡ് കയറി കഴിയുമ്പോൾ ഏകദേശം ഇവരുടെയൊക്കെ വെടി തീരും. എന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് ഏകദേശം എത്ര വൈൽഡ് കാർഡ് പോയെന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ഇവരൊക്കെ കുറച്ചറിഞ്ഞ് കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സ്പ്ലിറ്റ് ആവും. വൈൽഡ് കാർഡ് കയറിയെന്ന് പറഞ്ഞാലും എന്റെ ഒരു കാൽക്കുലേഷനിൽ വൈൽഡ് കാർഡ് കയറിയെന്ന് പറഞ്ഞാലും ഇപ്പൊ നിൽക്കുന്ന അനുവിന്റെ ആ ഒരു തട്ട അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വൈൽഡ് കാർഡിന്റെ കളി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അവരും ഇതുപോലെ തന്നെ ബുള്ളി ചെയ്ത് കളിക്കാനാണെങ്കിൽ പിന്നെ പറയണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ കിരീടം എടുത്ത് കൈ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഒക്കെ മനസ്സിലുണ്ടാവും. എന്ന് വെച്ചാൽ അനുവിനെ സ്നേഹിക്കുന്നവര് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അനുമോളോട് ഇങ്ങനെ സംസാരിച്ചു, അനുമോളെ ലാലേട്ടൻ വരെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ കമന്റ് വരുന്നവരുണ്ട്. പക്ഷെ നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് ഇതാണ് ഗെയിം. അനുമോള് കപ്പടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊരു ഗെയിമായിട്ട് കാണുക. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അനുമോള് കപ്പ് തന്നെ എടുക്കും, 100% ഉറപ്പാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.